വും തൊടുപുഴയെ സംബന്ധിച്ച് വളരെ അപമാനകരവുമായ ഒരു സംഭവത്തിലുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ സമരം ഈ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കാകെ നാണക്കേടും അപമാനമുണ്ടാക്കുന്ന ഒരു കാര്യം ഇതിലൂടെ ഉണ്ടായിരിക്കുന്നു. തൊടുപുഴയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത രീതിയിലുള്ള കൈക്കൂലി ചോദിക്കുക, ആ ചോദിക്കുന്ന പണം അതേപടി കൊടുത്തേക്കാനെന്ന് ചെയർമാൻ തന്നെ ശുപാർശ ചെയ്യുക. കേട്ടിട്ടുണ്ടോ ഈ കേരളത്തിന്റെ ചരിത്രത്തിലൂടെയെങ്കിലും? ഉദ്യോഗസ്ഥന്മാര് കൈക്കൂലിക്കാരുണ്ടാകാറുണ്ട്, അവരഴിമതിക്കാരുണ്ടാകാറുണ്ട്, പല കൊള്ളരുതായ്മകളുണ്ട്. പക്ഷേ ആ അഴിമതിക്കാരും കൊള്ളരുതാത്തവരുമായിട്ടുള്ള ആളുകളെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുത്ത് ജയിച്ചിരിക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ ബഹുമാന്യരായ ജനപ്രതിനിധികൾ, കൗൺസിലർമാരും അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ചെയർമാനും എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടായത് നാടിനാകെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. ഒരു സ്കൂളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒരു സ്വകാര്യ വ്യക്തിയുടെ പോലുമല്ല, ഒരു സ്കൂളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി കഴിഞ്ഞ മാസങ്ങളായി ഈ ഓഫീസ് കയറിയിറങ്ങി നടന്നതിന്റെ മാനേജർമാരും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ആ ആളുകൾക്ക് എല്ലാം കേൾക്കേണ്ടി വന്ന മറുപടി എന്ന് പറയുന്നത് ഇത്തരമൊരു ജനാധിപത്യ ഭരണ സംവിധാനം ജനപ്രിയരെ ഭരിക്കുന്ന ഓഫീസിൽ നിന്ന് കേൾക്കേണ്ട കാര്യമല്ല. ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് ഈ ഓഫീസിൽ വരുന്ന സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും തിരിച്ചുവിടുക, ചോദിക്കുന്ന പണം കിട്ടിയാൽ മാത്രം നടപടി സ്വീകരിക്കുക. അതാണ് കഴിഞ്ഞ 3 വർഷക്കാലത്തോളമായി ഈ ചെയർമാന്റെ നേതൃത്വത്തിൽ ഈ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് UDFന്റെ കൌൺസിലർമാർ എത്രയോ വട്ടം ഇതിനു മുമ്പ് തന്നെ കൌൺസിലിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്, പുറത്താരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു ദീപക്കും ജോസഫ് ജോണും കരീമും എല്ലാം ഉൾപ്പെടെയുള്ള UDFന്റെ കൌൺസിലർമാർ നിരവധി തവണ സമര പരിപാടികൾ നടത്തിയിട്ടുണ്ട് ഇതിനു മുമ്പിൽ. അതോടൊപ്പം തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്, കൌൺസിലിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറച്ചിലുകൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ മുന്നോട്ട് പോയതിന്റെ ഫലമാണ് ഇന്നലെ ഇവിടെ ഉണ്ടായ വളരെ വളരെ നിർഭാഗ്യകരമായ സംഭവം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എഞ്ചിനീയറിംഗിന് കൈക്കൂലി ചോദിക്കുകയാണ്, 1 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു, എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങളെ സഹായിക്കണമെന്ന് ചെയർമാനോട് പറയുമ്പോ അയാൾ ചോദിക്കുന്ന പൈസ കൊടുത്തിട്ട് കാര്യം നടത്തിക്കൊണ്ട് പൊക്കോ? എത്ര എളുപ്പമാണ്! എന്തിനായി മാന്യനൊക്കെ ഇവിടെ ഇരിക്കുന്നത്? മാനമുണ്ടോ? എന്തെങ്കിലും ഉണക്കുണ്ടോ? UDFനെ ചതിച്ചും വഞ്ചിച്ചുമൊക്കെ അധികാരത്തിൽ പിൻവാതിലൂടെ കടന്നു വന്ന ആളുകള് അവരത്ര നെറുകെട്ട പണികള് ഇവിടെ നടത്തുമ്പോൾ ഈ നെറുകേടിന് നേതൃത്വം നൽകിയ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ടല്ലോ ഇവിടെ, അതിന്റെ നേതാക്കന്മാരുണ്ടല്ലോ ഇവിടെ, അവരൊന്നും അറിഞ്ഞില്ല എന്നാണോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തൊടുപുഴയിലെ CPM നേതൃത്വം അറിഞ്ഞിട്ടില്ലേ? 2 ഏരിയ കമ്മിറ്റി ഉണ്ടല്ലോ ഇതിന്റെ കീഴില്, ആ 2 ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിമാർ പറഞ്ഞിട്ടില്ലേ? അതിനേക്കാൾ വലിയ പ്രമാണിമാരുണ്ടല്ലോ, 50 കോടി കെട്ട അപ്പുറത്ത് അർബൻ ബാങ്കിന്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ, ഇല്ല സെക്രട്ടേറിയറ്റ് മെമ്പർ. ഈ മാന്യന്മാരെല്ലാവരും അറിഞ്ഞ് അറിവോടെ സമ്മതത്തോടെ ഇവിടെ നടത്തുന്ന കൊള്ളയാണ്. ഈ കൊള്ള മുതൽ പങ്കിട്ടെടുക്കുന്നു എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ആളുകളൊക്കെ ചിലർ ബലൂൺ വീർക്കുന്ന പോലെ വീർത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുമില്ലാണ്ട് കടന്നു വന്നവര്, 3 നേരം ഭക്ഷണം കഴിക്കാൻ പോലും മാർഗമില്ലാതിരുന്ന ആളുകള്, അവരൊക്കെ ഇങ്ങനെ ബലൂൺ വീർക്കുന്നത് പോലെ വീർത്തിട്ടുണ്ട്. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പണമാണത്, പാവപ്പെട്ടവന്റെ പണമാണ്. പലയിടത്തും പലതും വാങ്ങി കൂട്ടാനുള്ള തിരക്കിലാണ് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണം നടത്തുന്ന ചില ഭരണാധികാരികളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാങ്ങിച്ചോട്ടെ, പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിക്കേണ്ട നീതി ലഭിക്കാൻ ഈ കൌൺസിലിൽപ്പെട്ട ആളുകൾ തയ്യാറാകണ്ടേ? ഞാൻ പറയുന്നത് ഈ 3 വർഷത്തിനിടയിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇത്തരം കുഴപ്പങ്ങൾ, ആ കുഴപ്പങ്ങൾ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ഈ BTM സ്കൂളിന്റെ മാത്രം കാര്യം പരിശോധിച്ചാൽ പോരാ. ഇവിടെ കുഴപ്പം പിടിച്ച ഒരുപാട് ഫയലുകൾ ഉണ്ടാകും, ഒരുപാട് അനുമതികൾ നടത്തിയിട്ടുണ്ടാവും, കോടികളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വീതം വെച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അതെല്ലാം അന്വേഷിക്കാൻ ഇന്നലെ ഇവിടെ എത്തിയ വിജിലൻസ് സംഘം തയ്യാറാകണം.
അവരും അവരുടെ മുകളിലുള്ള ആളുകളും അവരോടൊപ്പമുള്ള ആളുകളൊപ്പം ഒക്കെ ഇതിന്റെ യാഥാർത്ഥ്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചെയർമാൻ വരെ പ്രതിയാക്കിയിരിക്കുന്നു. രണ്ടാം പ്രതി ചെയർമാനാണ്. കേരളത്തിൽ ഇന്നുവരെ ഉദ്യോഗസ്ഥന്മാരെ ഒന്നാം പ്രതിയാക്കിയിട്ടുണ്ട്, രണ്ടാം പ്രതിയാക്കിയിട്ടുണ്ട്, പല സ്ഥാനത്തും പ്രതിയിട്ടുണ്ട്. അവരെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്, അവർ പോയി ജയിലിൽ കിടന്നിട്ടുണ്ട്, അവർ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്, പലരും പെനാൽറ്റി കെട്ടിയിട്ടുണ്ട്, ഫൈൻ അടച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ കൈക്കൂലി കൊടുക്കാൻ ശുപാർശ ചെയ്തതിന്റെ പേരില്, കൊടുത്തേക്കാൻ പറഞ്ഞതിന്റെ പേരില് ഒരു മുനിസിപ്പൽ ചെയർമാനെ പ്രതിയാക്കുന്നത് കേരളത്തിന്റെ ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തില് വേറൊന്നും ഉണ്ടാകില്ല. ആദ്യത്തെ സംഭവമാണ്. കേട്ടുകേൾവിയില്ലാത്ത സംഭവം. ഇതാണ് നമ്മുടെ തൊടുപുഴയ്ക്കാകെ അപമാനമാണ് എന്ന് ഞാൻ പറയേണ്ടി വന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ ഒരു കേസ് മാത്രം പരിശോധിച്ചാൽ പോരാ. ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഈ നെറുകേട് കാണിച്ച ചെയർമാന്റെയും ചെയർമാനോടൊപ്പം തന്നെ ചില കൌൺസിലർമാരും ഉണ്ട് എന്നാണ് ജനസംസാരം. ചില വാർഡുകളിൽ ഞാൻ പേരെടുത്ത് പറയാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം, അവരൊരു ഫോക്കസായിട്ട് ഈ മുനിസിപ്പാലിറ്റിയില് ചെയർമാനും ചില കൌൺസിലർമാരും കൂടി പ്രവർത്തിക്കുന്നു. ഏത് പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിലും, നിയമപരമായിട്ടാണെങ്കിലും നിയമവിരുദ്ധമായിട്ടാണെങ്കിലും നടക്കണമെങ്കിൽ പണം കൊടുക്കണം. എന്നോടിപ്പോ ഇവിടുത്തെ ഒരു പ്രവർത്തകനോട് പറയുകയാണ് ചെയ്തത്, അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകന്റെ ഒരു കെട്ടിടം പണിതിട്ട് അത് മുകളില് ആ നില മുഴുവൻ പൊളിപ്പിച്ചു. ഏതാ 30,000 രൂപ ഈ മാന്യൻ ഇന്നലെ അകത്തേക്ക് പോയ മാന്യൻ ചോദിച്ചപ്പോൾ കൊടുക്കാനില്ലാത്തതുകൊണ്ട് കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ട് പോലും ആ 30,000 കൊടുക്കാത്തതിന്റെ പേരില് നിർമ്മിച്ച കെട്ടിടത്തിന്റെ മുകൾ ഭാഗം മുഴുവൻ പൊളിച്ചു നീക്കിയതിനു ശേഷമാണ് അനുമതി കൊടുത്തത് എന്നാണ് പറയുന്നത്. ഇതുപോലത്തെ നെറുകേട് കാണിക്കാൻ ഈ നാട്ടിലെ ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകൾ ഈ നാടിന് ആവശ്യമുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യം.